യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് വിവിധങ്ങളായ ഭവനങ്ങളിലും വിവിധങ്ങളായ സമൂഹങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കുവാനും ആരാധിക്കുവാനും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ മക്കളെ പൂർണ്ണമായും അങ്ങേ കരങ്ങൾക്ക് അർപ്പണം ചെയ്യുന്നു. പരമപരിശുദ്ധനായ ദൈവമേ, നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങൾ നീ നിറയ്ക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ പ്രത്യേകമായ പരിചിന്തനത്തിനും ആലോചനകൾക്കും ധ്യാനത്തിനുമായി കർത്താവ് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമോ, ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതമാകണമോ, ഒറ്റ കാര്യം മതി: വിശുദ്ധിയോടെ ജീവിക്കുക. ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഹൃദയ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ കണ്ണുനീര് വറ്റിപ്പോകുന്നില്ല, തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അവഗണനകളും നിന്ദനകളും എൻ്റെ മേൽ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തെ നീ പരിശോധിക്കുക. മകളെ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിച്ചവരാണ് വിശുദ്ധന്മാർ. ജീവിതത്തിലും മരണത്തിലും സ്വർഗത്തെ കണ്ടുകൊണ്ട് അവർ ജീവിച്ചു. എല്ലാറ്റിനും ഉപരിയായി യേശുവിനെ അവർ സ്നേഹിച്ചു. ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുന്നത് അവരുടെ വലിയ പവറായി, അഭിഷേകമായി മാറി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധി എന്ന് പറയുന്നത് കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണെന്ന് വിശുദ്ധാത്മാക്കൾ വളരെ മുൻകൂട്ടി തന്നെ അവർ തിരിച്ചറിഞ്ഞു. ഈശോയെ സ്നേഹിച്ചും ഈശോയെ അനുഭവിച്ചും അവർ ജീവിതത്തെ മുന്നോട്ട് നീക്കി. വിശാലമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും ഇടുങ്ങിയ വഴിയിലൂടെ അവർ യാത്ര ചെയ്തു. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ല, യേശുവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു നീങ്ങിയപ്പോൾ വിശുദ്ധാത്മാക്കൾ വിശുദ്ധിയിലൂടെ നീങ്ങുകയാണ് ചെയ്തത്. പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും
പുണ്യത്തിൻ്റെ വഴിയിലൂടെ കടന്നു നീങ്ങണമെങ്കിൽ വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ വേണം. ഹൃദയത്തിൻ്റെ വിശുദ്ധിയുണ്ട്, ശരീരത്തിൻ്റെ വിശുദ്ധിയുണ്ട്, കുടുംബത്തിൻ്റെ വിശുദ്ധിയുണ്ട്. ഹൃദയത്തിലെ നെഗറ്റീവായിരിക്കുന്ന ചിന്തകളില്ലേ, അത് ഹൃദയത്തിൽ നിന്ന് ഊറ്റിക്കളയണം. നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ ദൈവഹിതത്തിന് അനിഷ്ടകരമായ വികാരങ്ങൾ, ഉണർത്തലുകൾ ഉണ്ടാകുന്നില്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇന്ദ്രിയത്തിൽ നിന്നും മാറ്റിക്കളയണം. നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ ദൈവത്തിന് അപ്രീതി ജനം വരുത്തുന്ന എല്ലാറ്റിനും മാറ്റിക്കളയണം. ഹൃദയത്തെയും, അതൊരു ആലയമാണ്. ഹൃദയം ഒരു ആലയമാണ്, ശരീരം ഒരു ആലയമാണ്, കുടുംബം ഒരു ആലയമാണ്. ഈ മൂന്ന് ആലയത്തിൻ്റെയും വിശുദ്ധി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഹൊറീബ് മലയിൽ വെച്ച് മൂശ പ്രവാചകനോട് ദർശനം അരുളി. മൂശ തൻ്റെ അമ്മായപ്പനും മിദിയായിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൊറീബ് മലയിൽ ഒരു അഗ്നി കണ്ടു. ഇതാ മൂശ പ്രവാചകൻ അവിടത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ദൈവം വിളിച്ചു, മോശേ, മോശേ, അടുത്തു വരരുത്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3:5. മോശേ, മോശേ, അടുത്തു വരരുത്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മോടും ഇന്ന് ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലെ ചെരിപ്പുകൾ, എൻ്റെ ശരീരത്തിലെ ചെരിപ്പുകൾ, എൻ്റെ കുടുംബത്തിലെ ചെരിപ്പുകൾ ദൈവത്തെ കാണുവാനോ അവിടുത്തെ വഴിയിലൂടെ നടക്കാൻ പറ്റാതെ തടസ്സം സൃഷ്ടിക്കുന്ന ഈ ചെരിപ്പുകൾ എന്താണെന്ന് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവാക്യത്തിലൂടെ പറയുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം, ഈദർശമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി 6-ാം പ്രമാണത്തിനെതിരായും അതുപോലെ തന്നെ വിഗ്രഹാരാധന, ആഭിചാരം 1-ാം പ്രമാണത്തിനെതിരായും 6-ാം പ്രമാണത്തിനെതിരായും 1-ാം പ്രമാണത്തിനെതിരായും സഹോദര സ്നേഹത്തിനെതിരായിട്ടും ചെയ്യുന്ന എല്ലാ ബന്ധനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ് കാലിലെ ചെരിപ്പ് നമ്മിൽ നിന്നും എടുത്തു മാറ്റുന്നത്. 2 തിമോത്തി 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അപ്പോൾ എന്താ വിശുദ്ധി എന്ന് പറയുന്നത്? ഓർക്കണേ, കലർപ്പില്ലാത്ത അവസ്ഥ, അതാണ് വിശുദ്ധി. നമ്മൾ പറയാറില്ലേ, പാലിനേക്കാൾ കൂടുതൽ വെള്ളം കലർന്നു കഴിയുമ്പോൾ പാലിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയി, പാലും വെള്ളം പോലെയായല്ലോ. നെല്ലിനേക്കാൾ കൂടുതൽ പതിര് കടന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, ഇതെന്താ പതിര് പോലെ ഇരിക്കുന്നല്ലോ എന്ന്. നെല്ലിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കലർപ്പില്ലാത്ത അവസ്ഥയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പത്രോസ് നമ്മോട് പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും, അത് ജോലി സ്ഥലത്തായാലും, യാത്രയിലാണെങ്കിലും, കൃഷിയിടങ്ങളിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, അടുക്കളയിലാണെങ്കിലും, പഠനത്തിലാണെങ്കിലും, പരീക്ഷയിലാണെങ്കിലും, നിന്റെ ഫ്രീ ടൈമിലാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധി ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ കാലിലെ, നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ കുടുംബത്തിൻ്റെ ചെരുപ്പുകൾ നമ്മൾ അഴിച്ചു മാറ്റുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓർക്കണേ, വചന വിചാര പ്രവർത്തികളുടെ സമന്വയമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വാക്കില്,
പ്രവൃത്തിയിൽ, ചിന്തയിൽ വചന വിചാര പ്രവൃത്തിയുടെ സമന്വയം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ വിശുദ്ധിയുണ്ട്. എങ്ങനെയാണ് ഇതിൽ വളരാൻ സാധിക്കുക? ഉപവാസത്തിലൂടെ, പരിഹാര പ്രവൃത്തിയിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ, ശരീരത്തിൻ്റെ മേൽ ആത്മാവിന് നിയന്ത്രണം കൊടുത്ത് നീങ്ങുമ്പോൾ അത് വിശുദ്ധമായ ജീവിതമാണ്. അങ്ങനെ നയിക്കപ്പെടുന്നവരാണ് വിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. ജനത്തിൻ്റെ ഇഷ്ടം നോക്കി, ജനത്തിൻ്റെ കൈയടി നോക്കി നടക്കുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കി ദൈവീക വഴിയിലൂടെ കടന്നു നീങ്ങുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയിലൂടെ കടന്നു നീങ്ങുന്നത്. നമ്മൾ പലപ്പോഴും സമൂഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഹനിക്കപ്പെടുകയാണ് എന്ന് മനസ്സിൽ ഓർക്കണം. ഒരു ദൈവീകനായി പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു പക്ഷേ ഒറ്റപ്പെടുത്തിയേക്കാം, ഒരു പക്ഷേ ഒറ്റ കൊടുത്തേക്കാം, ഒരു പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടേക്കാം, ഒരു പക്ഷേ പീഡിപ്പിക്കപ്പെട്ടേക്കാം. ഇതിൻ്റെ നടുവിലൊക്കെ ഒരു കാര്യമാണ് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് ശക്തി പകരുന്നത്. എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ സൃഷ്ടാവിനെ, എൻ്റെ അപ്പനെ, എൻ്റെ പിതാവായ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയതായിരിക്കുന്ന ശക്തിയാണ് അവിടെ ജീവിതത്തിന് പ്രതീക്ഷ പകരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും ബലിയർപ്പണത്തിൽ ശ്രദ്ധിച്ചും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വിശുദ്ധമായ ജീവിതം ദൈവം നമുക്ക് തരും. എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? വിശുദ്ധർ വേദനിച്ചിട്ടില്ലെന്നാണോ? വിശുദ്ധർ അധ്വാനിച്ചിട്ടില്ലെന്നാണോ? വിശുദ്ധർ കരഞ്ഞിട്ടില്ലെന്നാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധർ ഒത്തിരി ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. വിശുദ്ധർ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. വിശുദ്ധർ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കരഞ്ഞത്? എന്തിനു വേണ്ടിയാണ് അവർ അധ്വാനിച്ചത്? എന്തിനു വേണ്ടിയാണ് അവർ വേദനിച്ചത്? എൻ്റെ ദൈവത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ രാത്രികാലങ്ങളിൽ ക്രൂശിതൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധന്മാരുണ്ട്. രാത്രികാലങ്ങളിൽ സുഖങ്ങൾ സൗകര്യങ്ങൾ മാറ്റിവെച്ച് അരിഞ്ഞാണും അരയിൽ കെട്ടിക്കൊണ്ട് രാത്രി കഴിച്ച വിശുദ്ധന്മാരില്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? ആത്മാവിനെ, ശരീരത്തെ നിഹനിക്കുകയാണ്. ആത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ട് ശരീരത്തെ നിഹനിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സൂചന നൽകി അവസാനിപ്പിക്കുകയാണ്. സായങ്കാലങ്ങളിൽ പക്ഷികൾ കൂടുകളിലേക്ക് ചേക്കേറുന്നത് പോലെ വിശുദ്ധന്മാർ ജീവിതത്തിൻ്റെ സായം സന്ധികളിൽ സ്വർഗത്തിലേക്ക് നോക്കി ചേക്കേറുന്നു. വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? സായങ്കാലങ്ങളിൽ പക്ഷികൾ കൂടുകളിലേക്ക് ചേക്കേറുന്നത് പോലെ വിശുദ്ധാത്മാക്കൾ ജീവിതത്തിൻ്റെ സായം സന്ധികളിൽ സ്വർഗത്തിലേക്ക് നോക്കി ചേക്കേറുന്നു. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരം ഉയർത്തി കഥാന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കഥാന് സ്തുതിക്കുക. നമ്മുടെ ഹൃദയം കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തുക. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധി പകരുന്ന ദിവ്യ കാരുണ്യമേ, വിശുദ്ധരാകാൻ ഞങ്ങൾ കൊതിക്കുന്നു. കർത്താവേ, വിശുദ്ധി പകരുന്ന ദിവ്യ കാരുണ്യമേ, വിശുദ്ധരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ പക്കലേക്ക് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരം ഉയർത്തി കണ്ണുകൾ അടച്ച് ഒന്ന് കർത്താവിനെ ഒറ്റ വിളി വിളിച്ച് യേശുവേ. ചേർന്ന് പാടാം. വിശുദ്ധി പകരുന്ന ദിവ്യകാരുണ്യമേ, വിശുദ്ധരാകുവാൻ അനുഗ്രഹിക്കൂ. വചനം പറയുന്നു, നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഒരു വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോൾ,
വിശുദ്ധിയിലൂടെ പ്രയാണം ചെയ്യുകയാണ്. യേശു പറയുന്നു, സഹനത്തിന് ശക്തി കൂടുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കരുത്, ദൈവസ്നേഹത്തെ സംശയിക്കരുത്, ദൈവപരിപാലനയെ സംശയിക്കരുത്. സഹനത്തിന് വിധേയമായിക്കൊണ്ട് ആ സഹനത്തെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങണം. സഹനങ്ങൾ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക്, പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ വിശുദ്ധിയുടെ പാതയിലേക്ക്. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരം ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവരെയും വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കണമേ. ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, സമൂഹങ്ങളെയും വിശുദ്ധരാകാൻ അനുഗ്രഹിക്കണമേ യേശുവേ. വചനം പറയുന്നു, സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതു മാറ്റപ്പെടും. സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത വ്യക്തികളെയും ഹൃദയങ്ങളെയും മനോഭാവങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റണം. പാപ സാഹചര്യങ്ങൾ, പാപം തരുന്ന സുഖങ്ങൾ, ശരീരത്തിന്റെ അഭിലാഷങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അവയെ ഓരോന്നോരോന്ന് പിഴുതു കളയുവാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധരായ ക്രൈസ്തവർ അതിക്രൂരമായ വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടില്ലേ? വന്യമൃഗങ്ങളാൽ വലിച്ചിഴക്കപ്പെട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? പാപത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്. രണ്ട് കരം ഉയർത്താം. രണ്ട് കരം ഉയർത്തി അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, പരിഹാര പ്രവർത്തികളുടെ മാനസാന്തരത്തോടെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം. യേശു നാമം വിളിക്കാം. യേശുവേ, വചനം പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചവരാണ് നമ്മുടെ വിശുദ്ധന്മാർ, രക്തസാക്ഷികൾ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ല അക്കൗണ്ട് വർദ്ധിക്കേണ്ടത്, സ്വർഗത്തിന്റെ അക്കൗണ്ടിൽ. ഞാൻ സഹിച്ച സഹനത്തിന്റെ പേരിൽ ഒരാത്മാവെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഇടവരണം. ഞാൻ ക്ഷമിച്ച സഹനത്തിന്റെ പേരിൽ ഒരു ദേശം രക്ഷപ്രാപിക്കാൻ ഇടവരണം. ഞാൻ കാണിച്ച ഔദാര്യത്തിന്റെ പേരിൽ ഒരു ലോകം മുഴുവൻ രക്ഷപ്രാപിക്കാൻ ഇടവരണം. സഹനങ്ങൾ ദൈവം കൈവിട്ടതിന്റെ അടയാളങ്ങളല്ല, ദൈവം നമ്മെ ചേർത്ത് പിടിച്ചതിന്റെ അടയാളങ്ങളാണെന്ന് വിശുദ്ധന്മാർ മനസ്സിലാക്കിയിരുന്നു. സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കാൻ ഇതാ ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കുന്നു. രണ്ട് കരം ഉയർത്താം. രണ്ട് കരം ഉയർത്തിക്കൊണ്ട് വിളിക്കാം. നമുക്ക് യേശുവേ, യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വർഗത്തെ നിക്ഷേപം വർദ്ധിക്കാൻ ഞങ്ങൾ ഇതാ വരുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് വരുന്നു. യേശുവേ, ഈശോ പറയുന്നു, ദിവ്യകാരുണ്യത്തിരിക്കുന്ന സൂക്ഷിച്ചു നോക്കിയേ, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ അവിടുന്ന് കരുണ കാണിക്കും. ദൈവസ്നേഹത്തിൽ നമുക്ക് വളരണ്ടേ? ദൈവത്തിന്റെ കൽപ്പനകൾ അന്യോന്യം നമുക്ക് പാലിക്കണ്ടേ? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായിരിക്കുന്ന കുറവുകൾ പരിഹരിക്കണ്ടേ? പരിഹാര പ്രവർത്തികൾ ചെയ്യേണ്ടേ? ജപമാലകൾ ചൊല്ലേണ്ടേ?
ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? മിഷണന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ തീഷ്ണത, ആത്മീയമായ തീഷ്ണത വീണ്ടും കൈവരിക്കണ്ടേ? മക്കളെ, ഗോതമ്പ് മണി അത് പൊടിക്കപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പുണ്യാത്മാവേ, നാളത്തെ വിശുദ്ധ കുർബാനയുടെ ഓസ്തികളായി നമ്മൾ മാറുകയാണ്. നമ്മൾ സഹനത്തിന്റെ തീച്ചുളയിൽ ഞെരിഞ്ഞമരുമ്പോൾ യേശുവിനോടൊപ്പം നാളത്തെ വിശുദ്ധ കുർബാനയിലെ തിരുവോസ്തികളായി മാറുകയാണ്. നമുക്ക് രണ്ട് കരമുയർത്താം. രണ്ട് കരമുയർത്തി കർത്താവിനെ വിളിക്കാം. യേശുവേ എന്ന് വിളിക്കാം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കാൻ അവിടെ നിന്നാണ് നമുക്ക് ശക്തി തരുന്നത്. കുഞ്ഞേ, നീ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നീ എന്തിനാണ് വേദനിക്കുന്നത്? നിന്റെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അവിടുന്ന് ക്ഷമിക്കുക. അനുദപിക്കുന്ന ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ലേ? ആ യേശുവിനെ വിളിച്ച്, തിരുവോസ്തിയിലെ യേശുവിനെ വിളിച്ച്, നമ്മെ നോക്കിയിരിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന യേശുവിനെ വിളിച്ച്, യേശുവേ വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. കുഞ്ഞേ, നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, യുവാവേ നീ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, പ്രിയപ്പെട്ട അപ്പച്ച നീ ജോലിക്ക് പോകുമ്പോൾ, പ്രിയ നിറഞ്ഞ അമ്മച്ചി നീ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, കർത്താവ് പറയാണ്, മക്കളെ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ആ കർത്താവാണ് പറയുന്നത്, നിന്റെ കൂടെ കടന്നു വന്ന് നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് ഇതാ നിന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നു. ആ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് നിൽക്കുകയാണ്. മുട്ടുകൾ കുത്തിക്കൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് നമുക്ക് കാത്തു നിൽക്കാം. കർത്താവ് നമ്മുടെ പക്കലേക്ക് കടന്നു വരട്ടെ. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. കർത്താവ് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. കുഞ്ഞേ, നീ എഴുന്നേൽക്കുക, തളർന്നു കിടക്കരുത്. കർത്താവിന്റെ അനുഗ്രഹം നിന്നെ ശക്തിയുള്ളതാക്കി തീർക്കും. നിന്നെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടും കർത്താവ് തിരിച്ചു തരും. നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. നീ കർത്താവിന്റെ മുൻപിൽ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ, അഭിഷേകത്തോടെ വ്യാപരിക്കാൻ, കൃപയോടെ വ്യാപരിക്കാൻ കർത്താവാണ് നിന്നെ ശക്തി തരുന്നത്. ദൂതന്മാരല്ല ഇനി വരുന്നത്, ഈശോ തന്നെയാണ് നിന്നെ അനുഗ്രഹിക്കാൻ വരുന്നത്. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന കർത്താവേ, നിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ കർത്താവ്. വിശുദ്ധരായി ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ആത്മാവിന്റെ വലിയ വരദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആസ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, 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 ആരാധന.